ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. ചെന്നൈ ഇത്തവണത്തെ സീസണിലെ രണ്ടാമത്തെ മത്സരവും ജയിച്ചിരിക്കുകയാണ്. കൊൽക്കത്തയ്ക്കെതിരായുള്ള മത്സരത്തിൽ 190 റൺസാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അടിച്ചുകൂട്ടിയത്. സഞ്ജു സാംസൻ്റെ മിന്നും പ്രകടനം തന്നെയാണ് വിജയത്തിന് കാരണമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഓപ്പണിങ്ങിനിറങ്ങിയ സഞ്ജു സാംസൺ 48 റൺസ് എടുത്താണ് പുറത്തായത്. ഇതിൽ 4 6ഉം 4ഉം ഉണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. സഞ്ജു സാംസൺ ഫോമായതോടെ ചെന്നൈയുടെ മത്സരങ്ങളെല്ലാം ചെന്നൈ ജയിച്ചു തുടങ്ങി. ഓരോ അടിക്കും വിസിൽ ബോർഡ് എന്നുള്ള ചെന്നൈയുടെ മുദ്രാവാക്യം കൂടെ ആകുമ്പോൾ സഞ്ജു സാംസൻ്റെ ബാറ്റിംഗ് ഫോം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കൊൽക്കത്ത നല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും സഞ്ജു സാംസൻ്റെയും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും നേരെ അടി പതറി വീഴുകയാണ് ചെയ്തത്. ഏകദേശം 35-40 റണ്ണിനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്തയ്ക്കെതിരായി ജയിച്ചത്. സീസണിൽ ഇതുവരെ 5 മത്സരങ്ങളിൽ 2 എണ്ണത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചത്. തുടർന്ന് പരാജയപ്പെട്ടിരുന്ന 3 മത്സരങ്ങളിലും സഞ്ജു സാംസൺ യാതൊരു രീതിയിലുള്ള പ്രകടനവും കാഴ്ചവെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുകയും ചെയ്തു. 2 മത്സരങ്ങളിൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചതിനാൽ തന്നെ 2 മത്സരവും നല്ല രീതിയിൽ ജയിക്കുകയും ചെയ്തു. നിലവിൽ പോയിൻ്റ് പട്ടികയിൽ ഏറ്റവും താഴെ കിടന്നിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ 2 മത്സരങ്ങൾ ജയിച്ചതോടെ പതുക്കെ മുകളിലേക്ക് കയറി വരുന്നു. ഇപ്പോൾ തന്നെ സഞ്ജു സാംസൻ്റെ ടോട്ടൽ റൺസ് 5 കളികളിലായി 170 റൺസ് എത്തിയിരിക്കുകയാണ്. തുടർന്ന് 1-2 കളിയുടെ ഫോം ആവുകയാണെങ്കിൽ സഞ്ജു സാംസൺ ബാറ്റിംഗ് നിരയിലെ ടോപ്പ് 1-ലോ 2-ലോ 3-ലോ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നതിൽ സംശയമില്ല. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം സഞ്ജു സാംസൻ്റെ വാർത്തമാണ് കേൾക്കാൻ സാധിക്കുന്നത്. സഞ്ജു സാംസൺ സെഞ്ചുറിയോ ഹാഫ് സെഞ്ചുറിയോ നല്ല രീതിയിൽ 6ഓ 4ഓ വല്ലതും അടിച്ചാൽ പിന്നെ മുഴുവൻ സഞ്ജു സാംസൻ്റെ ഫോട്ടോ ആയിരിക്കും. അത്രയും അധികം ആളുകൾ സഞ്ജു സാംസണെ സ്നേഹിക്കുന്നു. ഇതിൽ മലയാളികൾ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ സഞ്ജു സാംസണ് ഫാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇൻസ്റ്റഗ്രാമിൽ തന്നെ 19 മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സാണ് സഞ്ജു സാംസണുള്ളത്. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള മലയാളി എന്ന രീതിയിൽ സഞ്ജു സാംസണാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. ദുൽഖർ സൽമാനെയും കീർത്തി സുരേഷിനെയുമൊക്കെ പിന്തള്ളിയാണ് സഞ്ജു സാംസൺ ഇപ്പോൾ ഒന്നാമതെത്തിയിരിക്കുന്നത്. മലയാളികളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള താരം സഞ്ജു സാംസണായി മാറി. ചെന്നൈ സൂപ്പർ കിങ്സിൽ കയറിയതോടെയും 2 കളി അടപടലം അടിയോ അടി കാഴ്ചവെച്ചതിലൂടെയും സഞ്ജു സാംസൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണവും കൂടി വരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക.